നിൻ മുഖത്തു വിരിയുന്ന പ്രകാശം നിന്നെ സംതൃപ്തയാക്കുന്ന ഇടങ്ങളിലെത്തിക്കുന്നു. പ്രൗഢമായ ബന്ധങ്ങൾ, പ്രൗഢമായ പൊന്നിനൊപ്പം. ജനതാ ജ്വല്ലറി, വടക്കാഞ്ചേരി, ഓട്ടുപാറ, ചേലക്കര, പഴയന്നൂർ, തിരുവല്ലാമല ആൻഡ് കുവൈറ്റ്. ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ മുന്നിൽ ഇത്തരത്തിലുള്ളൊരു പ്രതിഷേധം നടത്താനുണ്ടായ സാഹചര്യങ്ങൾ എനിക്ക് ശേഷം സംസാരിക്കുന്ന ആളുകളും മറ്റും ഇവിടെ വളരെ വിശദമായി പറയും. ഈ പ്രതിഷേധ പരിപാടിക്ക് സ്വാഗതം പറയുന്നതിന് വേണ്ടി ചെറുതുരുത്തി മണ്ഡലം പ്രസിഡന്റ് എം എ രാജുവിനെ ക്ഷണിക്കുന്നു. ബ്ലോക്ക് പഞ്ചായത്തിന്റെ മുമ്പിൽ അതിരാവിലെ എല്ലാവരും ഒത്തുചേർന്നുകൊണ്ടൊരു സമര പരിപാടി ഇന്നിവിടെ നടത്താനുണ്ടായിട്ടുള്ള സാഹചര്യം നമുക്കറിയാം. കേന്ദ്ര ഗവൺമെന്റ് ഇന്ന് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ജനക്ഷേമ പദ്ധതികളെ സംബന്ധിച്ച് ഏത് കൊച്ചുകുട്ടിക്കും വളരെ വ്യക്തമായി അറിയാവുന്ന വിഷയമാണ്. പക്ഷേ നമ്മുടെ കേരള സർക്കാരുകൾ, മാറി മാറി വരുന്ന കേരള സർക്കാരുകൾ നരേന്ദ്രമോദി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ജനക്ഷേമ പദ്ധതികൾ ജനങ്ങളിൽ നിന്ന് മറച്ചുവെച്ചുകൊണ്ട് അതിന്റെ ഉത്തരവാദിത്തം മാറി മാറി വരുന്ന ഗവൺമെന്റുകളാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന വ്യാജേന ഇവിടെ ജനങ്ങളെ പറഞ്ഞു പറ്റിക്കുന്ന നടപടികൾ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു പ്രതിഭാസം നിരവധി വർഷമായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, കാക്കയുടെ കൂട്ടിൽ കുയിൽ മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിപ്പിക്കുന്ന ഒരു സംഭവം നമുക്കെല്ലാവർക്കും അറിയാം. അതില് കുയിലിന് ഉത്തരവാദിത്തമില്ല, കൂട് കൂട്ടേണ്ട ചുമതലയില്ല. അതുപോലെ തന്നെ ബാക്കി വരുന്ന ഒരു പ്രക്രിയയും കുയില് ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നില്ല. എവിടെയാണോ കാക്ക കൂടുകൂട്ടിയിരിക്കുന്നത് അവിടെ വന്ന് മുട്ടയിടുക, അതിന്റെ കുട്ടികളെ സൃഷ്ടിക്കുക എന്ന ഒരു ഉത്തരവാദിത്വം മാത്രമാണ് ഇവിടെ അവർ ചെയ്യുന്നത്. അതുപോലെയുള്ള ഒരു നയമാണ് ഇവിടെ മാറി മാറി വരുന്ന പദ്ധതി നിങ്ങൾ ബഹിഷ്കരിക്കണം. ഈ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ കേന്ദ്രത്തിന്റെ ഫണ്ട് വേണ്ട എന്ന് പറയാൻ തയ്യാറാവണം. ഇവിടുത്തെ പാവപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് 2016 മുതൽ 2025 വരെ 1000-ഓളം ഭവനങ്ങളാണ് ഈ ബ്ലോക്ക് പഞ്ചായത്തിന് 9 കോടി രൂപ കൊടുത്ത് നൽകിയിട്ടുള്ളത്. കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഫണ്ട് ഉപയോഗിച്ചിട്ടുള്ള ഒരു ബ്ലോക്ക് പഞ്ചായത്ത് ഈ പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തായിരിക്കും. അത്രയും വീടുകൾ അനുവദിച്ച പഞ്ചായത്ത്. എന്നിട്ടാണോ നിങ്ങൾക്ക് ഈ ബ്ലോക്കിന്റെ കീഴിലുള്ള ഒരു പഞ്ചായത്തിന് ജനങ്ങളോട് ഈ നരേന്ദ്രമോദിയുടെ ഒരു പടം വയ്ക്കാനോ അത് വേണ്ട രീതിയിൽ വിനിയോഗിക്കാനോ പറ്റാതിരിക്കുന്നത്? ഇത് തികച്ചും അനാസ്ഥയാണ്. അതിന് കൂട്ടുനിൽക്കുകയാണ് ഇവിടുത്തെ BDO-യും. ആ ഭരണസമിതി തീരുമാനത്തിന് കൂട്ടുനിൽക്കുന്ന സമീപനമാണ് ഇവിടുത്തെ BDO ചെയ്തു വരുന്നത്. ഇതൊരു പ്രതിഷേധം മാത്രമാണ്. ഞങ്ങളുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും അതിനാ കത്തുന്നതിന് ശക്തമായ പ്രതിഷേധം എന്ന് രേഖപ്പെടുത്തും. അതിന്റെ കാര്യവിവരണം അവിടെ പരാമർശിക്കുന്നുണ്ടാവും. മറ്റു കാര്യങ്ങൾ ഇവിടെ വിശദമായി സംസാരിക്കുന്നതിനു വേണ്ടി ഈ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടി ആരാധനായിട്ടുള്ള ജില്ലാ ജനറൽ സെക്രട്ടറി ഇബിൻ കുടിയേരത്തെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ നടത്തുന്നു. ജയ് ഭാരത്, വന്ദേ മാതരം. ഈ പ്രതിഷേധ യോഗത്തിന് സ്വാഗതം പറഞ്ഞ ശ്രീ എം എ രാജു, ഇന്ന് യോഗത്തിന്റെ അധ്യക്ഷൻ. പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിൽ ഇന്ന് പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങളും ഇന്ന് വളരെ സന്തോഷത്തിലാണ്. കാരണം പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം അവർക്കെല്ലാം പല ഗുണഭോക്താക്കൾക്കും വളരെ നീണ്ട കാത്ത് ഇരുപ്പിന് ശേഷം കിടപ്പാടം കിട്ടുകയാണ്. ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും കിടന്നുറങ്ങാൻ അടച്ചുറപ്പുള്ള വീട് നൽകുക എന്നുള്ളത് ഈ നരേന്ദ്രമോദി ഗവൺമെന്റ് അധികാരത്തിൽ വന്ന സമയത്ത് അത് പ്രഖ്യാപിച്ച ഒരു പദ്ധതിയാണ്. പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച പദ്ധതിയാണ്. ഈ രാജ്യത്തെ മുഴുവൻ ആളുകൾക്കും അടച്ചുറപ്പുള്ള വീട്ടിൽ കിടന്നുറങ്ങാനുള്ള ഭരണഘടനാപരമായ അവകാശമുണ്ട് എന്ന് പ്രഖ്യാപിച്ച അധികാരത്തിൽ വന്നൊരു ഗവൺമെന്റാണ് നരേന്ദ്രമോദി ഗവൺമെന്റ്. അതിന്റെ ഭാഗമായാണ് പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി ഗ്രാമപ്രദേശങ്ങളിലും നഗരപ്രദേശങ്ങളിലും നടപ്പിലാക്കിയത്. എന്നാൽ നിർഭാഗ്യമെന്ന് പറയട്ടെ, ഈ പദ്ധതികളോട് മുഖം തിരിക്കുന്ന നടപടിയാണ് ഇവിടുത്തെ സംസ്ഥാന സർക്കാരുകൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ സ്വീകരിച്ചിട്ടുള്ളത്. പ്രധാനമന്ത്രി
ആവാസ് യോജന അർബൻ, അതായത് നഗര കേന്ദ്രീകൃത മേഖലയിലെ പദ്ധതികളെ പൂർണ്ണമായും അവഗണിക്കുകയാണ് ഇവിടുത്തെ സംസ്ഥാന സർക്കാർ ചെയ്തത്. ആ പദ്ധതിയുടെ ഭാഗമായി പദ്ധതിയുടെ ലോഗോ വെക്കണം എന്നതിന്റെ പേരിൽ വ്യാപകമായ വ്യാജ പ്രചരണമാണ് കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നടപ്പിലാക്കിയത്. കാരണം എന്താ? അവരുടെ കയ്യിൽ കൊടുക്കാനുള്ള വിഹിതമില്ല എന്നതിന്റെ പേരിൽ പ്രധാനമന്ത്രിയുടെ ഫോട്ടോ വെക്കണം എന്ന വ്യാജ പ്രചരണം നടത്തിയവരാണ് ഈ കള്ള കമ്മ്യൂണിസ്റ്റുകൾ. വീടിന് മുന്നിൽ പ്രധാനമന്ത്രിയുടെ പടം വെക്കണം എന്ന വ്യാജ പ്രചരണം നടത്തിയവർ. നോക്കൂ, ഒരു 3 ലക്ഷം രൂപ ചെലവഴിച്ച് 4 ലക്ഷം രൂപ ചെലവഴിച്ച് ഒരു ബസ് സ്റ്റോപ്പ് പണിയുമ്പോൾ ആ ബസ് സ്റ്റോപ്പിന്റെ മുകളിൽ സ്ഥലം MLA-യുടെ ചിരിച്ച പടം വെക്കുന്ന വൃത്തികെട്ട രാഷ്ട്രീയത്തിന്റെ പ്രയോക്താക്കളാണ് ഈ പദ്ധതിയുടെ ലോഗോ